1-0. Lift off normal. മലയാളികൾക്ക് ഇതിലും വലിയൊരു പുതുവർഷ സമ്മാനം ഇനി ലഭിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. കാരണം രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം LBS കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. സ്വന്തം അവർ 3-4 വർഷമായി അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ വിജയത്തിലെത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് ISROയുടെ ഒരു എന്താ പറയുക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് LBS കോളേജിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉപഗ്രഹം അത് ഭ്രമണ പഥത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ഈ വിദ്യാർത്ഥികളുടെ ഒക്കെ മുഖത്ത് പ്രകടമാണ്. എന്ത് തോന്നുന്നു ഈ സമയത്ത്? വളരെ സന്തോഷം തോന്നുന്നു. ഇത്രയും നാൾ നമ്മൾ കഷ്ടപ്പെട്ടതിന് ഒരു ഫലം എന്നുള്ളത് വളരെ സന്തോഷം. നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്ന ലിസി മാമിനും രശ്മി മാം, സുമിത്ര മാം ഇവർക്കൊക്കെ വളരെ നന്ദിയുണ്ട്. വളരെ പ്രൗഡായിട്ട് ഫീലാണ്. നിങ്ങൾ ഫസ്റ്റ് ഞാനിവിടെ വന്നപ്പോൾ നോട്ടീസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ടെൻഷനായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും മുഖത്ത് ഭയങ്കര ഇപ്പോൾ അതെല്ലാം മാറി എല്ലാവരും ഭയങ്കര ഹാപ്പിയാണല്ലേ? അതെ, കാരണം 5 വർഷമായിട്ടുള്ളൊരു കഷ്ടപ്പാട് ഇത്രയും നാളായിട്ട് ഈ പ്രോജക്റ്റിനെ പറയുകയായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഞങ്ങളുടെ ബാച്ചിന് ഈ ഇംപ്ലിമെൻറ്റേഷൻ ഫേസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റേജസിലേക്ക് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നോക്കി നിൽക്കുന്നത്. ഈ ഒരു പ്രോജക്റ്റ് ആദ്യം നമ്മളോട് പറയുന്ന സമയത്ത് ഇത് വലിയൊരു പ്രോജക്റ്റാണ് നമുക്ക് മനസ്സിലാവും. പക്ഷേ എങ്ങനത്തെ രീതിയിൽ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യണം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ സീനിയേഴ്സിൻ്റെയും നമ്മുടെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ലിസി മാമിൻ്റെയും ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി തന്നെ ഡെയിലി നമ്മൾ രാത്രി എക്സാം സമയത്തൊക്കെ ഞങ്ങൾ ഡേ സ്കോളേഴ്സാണ്. ഞങ്ങൾ ഹോസ്റ്റലിൽ വന്ന് സ്റ്റേ ചെയ്ത് 16 to 20 hours ഒക്കെ ഇരുന്നായിരുന്നു ഞങ്ങൾ പല കാര്യങ്ങളും അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഓരോരോ മൈൽ സ്റ്റോണും അങ്ങനെ ഇരുന്നാണ് ഞങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് പ്രോഗ്രസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ അത് സക്സസ് ആയി എന്ന് പറയുമ്പോൾ വി ആർ എക്സ്ട്രീംലി ഹാപ്പി. ഇതിപ്പോൾ നിങ്ങളുടെ ജൂനിയേഴ്സും സീനിയേഴ്സും ഒക്കെ ഒരുമിച്ചുള്ളൊരു പ്രവർത്തനമല്ലേ? അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കുറേ പേരൊക്കെ ഇപ്പോൾ അവിടെ ശ്രീഹരിക്കോട്ടയിൽ നേരിട്ട് കാണാൻ പോയിട്ടുണ്ടല്ലേ? അപ്പോൾ അവരോട് എന്ത് പറഞ്ഞാൽ വിട്ടേക്കുന്നത്? എവിടെ തന്നെ ആയാലും അവിടെ ആയാലും ഇവിടെ ആയാലും നമ്മൾ ഒരുമിച്ചൊരു ടീമായിട്ട് വി ആർ ഈക്വലി പ്രൗഡ് അബൌട്ട്. ഇപ്പോൾ രാജ്യത്തിലെ തന്നെ ആദ്യത്തെ ഒരു വനിതാ കൂട്ടായ്മ നിർമ്മിക്കുന്ന ഒരു സാറ്റലൈറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു നേട്ടവും കൂടെ നിങ്ങൾക്ക് സ്വന്തമാണ്. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ എന്താണ് ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു ഉദാഹരണമായി മാറിയിരിക്കുകയാണ്? എനിക്ക് തോന്നുന്നു എനിക്ക് ഓർമ്മ വരുന്നത് ഇന്നലെ മാം ഗ്രൂപ്പിൽ ഒരു വലിയൊരു മെസ്സേജ് ഇട്ടായിരുന്നു. അതിൻ്റെ അവസാനം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ മിററിൽ കാണുന്ന ഒരു റിഫ്ലക്ഷന് അപ്പുറമാണ് നിങ്ങളെന്ന് മനസ്സിലാക്കുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കും. അത് തന്നെയാണ് പറഞ്ഞത്. സ്ത്രീ എന്ന് പറയുന്നത് നമുക്ക് ബിയോണ്ട് ലുക്സ്, നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് ഈ മിഷൻ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ആശംസകൾ, അഭിനന്ദനങ്ങൾ. എന്തായാലും ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല പ്രൊജക്റ്റുകളുമായിട്ട് മുന്നിട്ട് ഇറങ്ങുക. വീണ്ടും നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ ഉള്ള ഒരു സാധ്യത ഉണ്ടാവട്ടെ അല്ലെങ്കിൽ എന്ന് തന്നെ പറയുന്നുണ്ട്. നല്ല മുരുകനൊപ്പം ആഷ്നി ജോയ്, മാതൃഭൂമി, തിരുവനന്തപുരം.